അധ്യക്ഷൻ ശ്രീ മാത്യു കുഴൽനാടൻ MLA, വേദിയിൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ ഒരുപാട് നേതാക്കന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ സാന്നിധ്യം നമുക്ക് മനസ്സിന് വളരെയേറെ ആവേശം പകരുകയാണ്. MP-മാരുണ്ട്, ശ്രീ ബെന്നി ബഹനാൻ അടക്കമുള്ള, ജബി മേത്തർ അടക്കമുള്ള, ഡീൻ കുര്യാക്കാസ് അടക്കമുള്ള MP-മാരുണ്ട്, MLA-മാരുണ്ട്, KPCCയുടെ മഹാഭാരവാഹികളൊക്കെയുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. സമാരാധ്യരായ കോൺഗ്രസിൻ്റെ നേതാക്കളെ, എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടെയാണ് ഈ സദസ്സിനെ ഞാൻ നോക്കിക്കാണുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു പുതിയ സൂര്യോദയം ലക്ഷ്യമിട്ടുകൊണ്ട് ഞങ്ങൾ ആരംഭിച്ച ഈ ജാഥ ഓരോ ജില്ലയും കടന്നു വന്നത് ആവേശത്തിമർപ്പിൻ്റെ മൂർധന്യത്തിലാണ്. എല്ലാ ജില്ലകളിലും ഇതുപോലെ ജനം കോൺഗ്രസിൻ്റെ പരിപാടിക്ക് ജില്ലാതലത്തിൽ ഒരുമിച്ച് വന്നത് ഇതുവരെ ഇല്ലാത്ത ഒരു ചരിത്രമാണ്. എന്തുകൊണ്ടെന്നാൽ ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും മനസ്സിൽ വരാൻ പോകുന്ന രാഷ്ട്രീയത്തിൻ്റെ ദിശാബോധം വളരെ സ്ഫുടതയോടെ നിലനിൽക്കുന്നു എന്നാണ് ഞാൻ അതിൽ നിന്ന് വായിക്കുന്നത്. നിങ്ങളെല്ലാവരും അതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് അറിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന ജനശക്തി സമാഹരിക്കുക, അതാണ് ഈ ജാഥ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ 8ാമത്തെ ദിവസത്തെ പരിപാടിയാണ്. 12ാമത്തെ ദിവസമാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ട്. ഈ ദിവസങ്ങളിലെല്ലാം ഇതുപോലെ മുന്നേറിയ ജനശക്തിയാണ് എല്ലാ ജില്ലയിലും നമുക്ക് ആവേശം പകർന്ന രാഷ്ട്രീയ വസ്തുത. അതുകൊണ്ട് ഈ നാടിൽ കേരളം ഭരിക്കുന്ന 2 ഭരണാധികാരികൾ, ഒരുപക്ഷെ ചരിത്രത്തിൽ ഒരുപാട് ഏകാധിപതികളെ കണ്ടിട്ടുണ്ടാവും. ആ ചരിത്രത്തിലെ ഏകാധിപതികളെ തോൽപ്പിക്കുന്ന ഏകാധിപതികളായി വർത്തമാന കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയനും നിൽക്കുന്നു എന്നത് ഈ നാടിന് അപമാനമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമുക്കത് തിരുത്തണം. തിരുത്തൽ ശക്തിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നിങ്ങൾക്കറിയാം കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യം എന്താ. ഞങ്ങൾ ഈ ജാഥ നടത്തി വരുമ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ ഒരു പ്രമുഖരുമായുള്ള പൗരപ്രതിനിധികളുമായിട്ടുള്ള ഒരു ചർച്ച ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതാരും പിണറായി വിജയൻ നടത്തിയ പൗരപ്രമുഖരുടെ അഭിസംബോധനയല്ല. സാധാരണക്കാരായ ആളുകൾ, തൊഴിലാളി നേതാക്കന്മാർ, ജീവനക്കാർ, പാവപ്പെട്ടവർ, കുടിലില്ലാത്തവർ, ജീവിതത്തിന് വഴിയില്ലാത്തവർ, പഠിപ്പിക്കാൻ വഴിയില്ലാത്തവർ, രോഗഗ്രസ്തരായവർ, അങ്ങനെ ഒരുപാട് ദുഃഖത്തിന്റെ കണ്ണുനീർ നിൽക്കാതെ ഒഴുകിയ 100 കണക്കിന് ആളുകളെ ഞാനും സതീശനും കണ്ടു. അവരുമായി ഞങ്ങൾ സംസാരിച്ചു. അപ്പോഴാണ് ഈ നാടിന്റെ ഇന്നത്തെ ദുരവസ്ഥയുടെ ഒരു മുഖം, ഒരു കണ്ണാടി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത്. ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരോട്, ഈ സംസ്ഥാനത്ത് ഒരു ഭരണമുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? ഉണ്ടെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? ഇവിടെ ഒരു സർക്കാരിന്റെ നിയന്ത്രണം ഏത് രംഗത്താ ഉള്ളത്? വില വർദ്ധിക്കുന്നു, എല്ലാ സാധനങ്ങൾക്കും വില കുതിച്ച് കയറുന്നു. പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഭക്ഷണം വാങ്ങി കഴിക്കാൻ സാധിക്കാത്ത വിധം വില വർദ്ധനവതിന്റെ മൂർധന്യ ദിശയിലേക്ക് പോകുന്നു. നിയന്ത്രിക്കാൻ സർക്കാരില്ല, നിയന്ത്രിക്കാൻ ഉദ്യോഗസ്ഥന്മാരില്ല, നിയന്ത്രിക്കാൻ മറ്റ് സംവിധാനങ്ങളില്ല. ഈ രാജ്യത്ത് ക്രമസമാധാനമുണ്ടോ? പോലീസിന്റെ നിയമവാഴ്ച ഈ സംസ്ഥാനത്തുണ്ടോ? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഭരണം അല്ലെങ്കിൽ അവരുടെ ഭരണാധികാരം നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ടോ? എല്ലാം പരിശോധിക്കണം. നിങ്ങൾക്കറിയാമോ, സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ കഞ്ചാവും ലഹരിയും ഒഴുകുകയാണ്. കഞ്ചാവും ലഹരിയും ഒഴുകാത്ത സ്കൂളുകൾ അപൂർവമാണ്. ഒരു സ്കൂളിന്റെ
സയൻസ് ലബോറട്ടറിയിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചത്. ചില സ്കൂളുകളിൽ അധ്യാപകരാണ് അതിന്റെ ഏജൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട് എവിടെ എത്തിയെന്ന് ആലോചിക്കണം. പക്ഷേ പോലീസ് ഇടപെട്ട് ഇതിവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം ഞാനും നിങ്ങളും കേട്ടോ? പോലീസ് സംവിധാനം പൂർണ്ണമായും നിഷ്ക്രിയമാണ് എന്നതിന് ഇതിനപ്പുറത്തൊരു തെളിവ് വേണോ? കഴിവുള്ള പോലീസുകാരനാണെങ്കിൽ, സക്രിയമായ പോലീസുകാരനാണെങ്കിൽ ഈ കഞ്ചാവും ലഹരിയും ഈ നാട്ടിൽ ഒഴുകുമടക്കുമോ? ഇല്ല. ഇവിടെ ജീവന് വിലയുണ്ടോ? നിങ്ങളെ നാട്ടിലല്ലേ 9 വയസ്സ്, 16 വയസ്സ്, 5 വയസ്സ് പ്രായമുള്ള 3 കുട്ടികളെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയത് നിങ്ങളെ നാട്ടിലല്ലേ? ആ കെട്ടിത്തൂക്കിയവർക്കെതിരെ കേസെടുക്കാൻ പോലും നട്ടെല്ല് കാണിച്ചോ നിങ്ങളുടെ പ്രദേശത്തെ പോലീസ്? അവർ CPM-കാരാ, അവർ CPM-ന്റെ അനുഭാവികളാ. അതുകൊണ്ട് അവരെ പേരിൽ കേസെടുത്തൂടാ. പിന്നെ എന്ത് ന്യായം, എന്ത് നിയമം, എന്ത് നീതി? ഇവിടെ ഭരണമുണ്ടെന്ന് ആർക്കാ പറയാൻ സാധിക്കുക? ഓരോ മാർക്സിസ്റ്റുകാരനോടും ചോദിക്കണം. മാർക്സിസ്റ്റുകാരനായാൽ ആരെയും ബലാത്സംഗം ചെയ്യാവോ? ആരെയും തൂക്കിക്കൊല്ലാവോ? ആരെയും ഞെക്കിക്കൊല്ലാവോ? ഇത് ജനാധിപത്യ നാടാ, കോൺഗ്രസ് ഭരിച്ച നാടാ, കോൺഗ്രസ് ഉണ്ടാക്കിയ ഇന്ത്യ. അവിടെ ഞങ്ങൾ ഇത് അനുവദിക്കുമെന്ന് ഇവിടുത്തെ CPM-കാർ കരുതിയോ? ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നിയമമില്ല, ഇവിടെ നീതിയില്ല, ഇവിടെ ഭരണമില്ല. ഉദ്യോഗസ്ഥന്മാരെല്ലാം ഈ രാജ്യത്ത് നിഷ്ക്രിയമാണ്. മന്ത്രിമാർ അതിലും വലിയ നിഷ്ക്രിയരായ മന്ത്രിമാർ. വയനാടിൽ എത്ര പേർ കൊല്ലപ്പെട്ടു? ആനകുത്തി, മൃഗങ്ങളുടെ അറ്റാക്കിന് വിധേയമായി എത്ര പേർ അവിടെ മരിച്ചു? 5 ആളുകൾ മരിച്ചു ഈ അടുത്ത ദിവസം. ആരെങ്കിലും ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധി ആ സംസ്ഥാനത്ത്, ആ ജില്ലയിൽ പോയോ? ആരെങ്കിലും ഈ മരിച്ച വീട്ടിൽ പോയോ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഈ മാറിയ സർക്കാരിന്റെ ഒരു പ്രതിനിധി പോയോ? വനം വകുപ്പ് മന്ത്രിയുണ്ടല്ലോ, AK ശശീന്ദ്രൻ. ഒരു മന്ത്രിക്ക് ബാധ്യതയില്ലേ? അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ പിടിപ്പുകേട് കൊണ്ട് അവിടെ നടക്കുന്ന കൊലപാതകം, മരണം, ആ മരണത്തിൽ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ഒരു സർക്കാരിന്റെ പ്രതിനിധി പോകണ്ടേ? പോയോ? ഈ സർക്കാരിന് അതൊന്നും ബാധകമല്ല. സർക്കാരിന് അതൊന്നും ബാധകമല്ല. ഇവിടെ അവരുടെ മുഷ്ക് രാഷ്ട്രീയം, അവരുടെ കൊലപാതക രാഷ്ട്രീയം നാട്ടിൽ നടപ്പിലാക്കി ഭയപ്പെടുത്തിയ ആളുകളെ വരുതിക്ക് നിർത്താൻ ശ്രമിക്കുന്ന പഴയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ശൈലി ഇനി കേരളത്തിൽ എടുത്താൽ നോക്കി നിൽക്കില്ല. CPM-കാർക്കുള്ള താക്കീതാണ്. അക്രമത്തിന്റെ മുനയിൽ, വാൾമുനയിൽ ഈ സംസ്ഥാനത്തെ നിങ്ങൾക്ക് കയ്യിലെടുക്കാമെന്ന് കരുതുന്നുവെങ്കിൽ മിഥ്യാബോധമാണ് എന്ന് ഇവിടുത്തെ CPM-കാരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്തിനും തയ്യാർ, ഏതിനും തയ്യാർ. നിങ്ങളുമായി എന്തിനും, ഏത് സംഘടനത്തിനും സംഘർഷത്തിനും കോൺഗ്രസ് പ്രസ്ഥാനം തയ്യാറാണ്. നമ്മുടെ പ്രിയങ്കരനായ TP ചന്ദ്രശേഖരൻ മരിച്ചു വർഷങ്ങളായി. അറിയാം നിങ്ങൾക്ക്, ആരംഭികളുടെ നേതാവ്, നമ്മുടെ രമ MLA-യുടെ ഭർത്താവ്. കൊന്നതാരാ? കൊന്നത് CPM. കേസ് നടന്നു, പ്രതികളെ ശിക്ഷിച്ചു. ആ ശിക്ഷിച്ച പ്രതികൾ അപ്പീൽ കൊടുത്തു. അപ്പീൽ പരിശോധിച്ച കോടതി വിട്ടയച്ച 2 പേരെ കൂടി പ്രതിയാക്കി ശിക്ഷിച്ചു എന്നത് ചരിത്രത്തിൽ, കോടതിയുടെ ചരിത്രത്തിൽ ഒരാദ്യ സംഭവമായിരിക്കുമെന്ന് എനിക്ക് തോന്നുക. ഞങ്ങൾക്കറിയാം ചന്ദ്രശേഖരൻ CPM-ന്റെ ഒരു കാലത്തെ പടക്കുതിരിയായിരുന്നു. ആ ചന്ദ്രശേഖരനെ കൊല്ലാൻ പിണറായി വിജയനും ചന്ദ്രശേഖരനും തമ്മിലുള്ള തർക്കമാണ്. പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ ചന്ദ്രശേഖരൻ തിരിഞ്ഞു നിന്നു, മുഖം തിരിച്ചു എന്നതാണ് കാരണം. എന്നിട്ട് ആ ചന്ദ്രശേഖരനെ വെട്ടി നുറുക്കി കൊന്നു. അതിനു മുമ്പ് തന്നെ ചന്ദ്രശേഖരന് വിവരം കൊടുത്തു.
നിന്റെ തല എടുത്ത് അത് കുലത്തണ്ട് പോലെ നിങ്ങൾ റോഡിലിടും, നിന്നെ തെറിച്ച് വേറി മണ്ണിലിടും. ഇതൊക്കെ അദ്ദേഹത്തെ ഭയപ്പെടുത്തി, അദ്ദേഹത്തെ അതുപോലെ അവർ ചെയ്തു കേട്ടോ. ചന്ദ്രശേഖരന്റെ മൃതദേഹം സംസ്കരിക്കാൻ എടുക്കുന്നതിന് മുമ്പ് ഞാനെന്നാ വീട്ടിൽ പോയിരുന്നു. ആ വീട്ടിൽ പോയപ്പോ അമ്മ അവസാനത്തെ ചുംബനം കൊടുക്കാൻ അമ്മ വന്നിരിക്കുന്നു മകന്റെ അടുത്ത്. അമ്മ നോക്കി, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ആ മുഖത്ത് ഒരിടത്ത് അമ്മയുടെ 2 ചുണ്ട് വെക്കാൻ ഇടമില്ലാത്ത വിധം മുഖം തറച്ച് തല തറച്ച് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കണ്ട ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെയുമുണ്ടോ? ഇങ്ങനെയുമുണ്ടോ ഒരു കൊലപാതകം? പിണറായി വിജയൻ പറഞ്ഞു കുലംകുത്തിയാണ് ചന്ദ്രശേഖരൻ. മരിച്ചപ്പോഴും പറഞ്ഞു കുലംകുത്തി തന്നെ. കണ്ണൂർ ജില്ലയിലെയും കോഴിക്കോട് ജില്ലയിലെയും CPM-ന്റെ ഗുണ്ടകളും ക്രിമിനലുകളും നേതാക്കന്മാരും ചർച്ച ചെയ്താണ് ചന്ദ്രശേഖരന്റെ കൊലപാതകം ആസൂത്രണം ചെയ്തത്. എല്ലാ ആളുകൾക്കും സഹായത്തിനെത്തിയ, എല്ലാവരും സ്നേഹിച്ചൊരു ചെറുപ്പക്കാരൻ CPM-ൽ റിബലായി പോയി, പിണറായി വിജയനെതിരായി പോയി, അവിടുത്തെ ലോക്കൽ നേതൃത്വത്തിനെതിരായി പോയി. കണ്ട തെറ്റ് മുഖത്ത് നോക്കി പറഞ്ഞപ്പോ അദ്ദേഹം കുലംകുത്തിയായി മാറി. ആ ചന്ദ്രശേഖരനെ കൊന്നൊടുക്കിയ ഒരു സംഭവം ആവർത്തനത്തിന്റെ മുൾമുനയിൽ ഞാനും നിങ്ങളും ഇന്ന് അത് നോക്കിക്കാണുകയാ. കോടതി ഇടപെട്ട് 2 പേരെ കൂടെ അതിൽ പ്രതിയാക്കിയിട്ടുണ്ട്. ഇനിയും വരാൻ സാധ്യതയുണ്ട്. ഗൂഢാലോചനക്ക് ഇനിയും ഇതിന്റെ അകത്ത് ആളുകൾ വരാനുണ്ട്. ഞങ്ങളൊക്കെ പൂർണ്ണമായി വിശ്വസിക്കുന്നു കണ്ണൂരിലെയും കോഴിക്കോടെയും CPM-ന്റെ നേതാക്കന്മാർ നടത്തിയ ഗൂഢാലോചനയിലാണ് ചന്ദ്രശേഖരനെ കൊന്നത്. കാരണം ആ കൊലക്കേസിൽ ഏറെ പ്രതികൾ കണ്ണൂരിൽ നിന്നാ, കൊടിസുനി അടക്കമുള്ളവർ കണ്ണൂരിൽ നിന്നാ. അപ്പോ കണ്ണൂരിലെ കൊലയാളികൾ CPM-ന്റെ ഗുണ്ടകൾ അവിടെ പോയി ചന്ദ്രശേഖരനെ കൊല്ലണമെങ്കിൽ കോഴിക്കോട് ജില്ലയും കോഴിക്കോട് ജില്ലയും കണ്ണൂർ ജില്ലയും നേതാക്കന്മാരുടെ ചർച്ചയ്ക്ക് വിധേയമായാണ് ആ കൊലപാതകം നടന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല പിണറായി വിജയന്റെ നിർദ്ദേശവും അതിന്റെ പിറകിലുണ്ട്. ഗൂഢാലോചന ഇനി പുറത്തു വന്നാൽ കോടതി ഇതുപോലെ കേസ് ഇനിയും കേൾക്കും. അതിൽ ഗൂഢാലോചന പുറത്തു വന്നാൽ നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, പിണറായി വിജയൻ ആ കേസിന്റെ അകത്ത് പ്രതിയാകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ആശങ്കയില്ല. അദ്ദേഹത്തിന്റെ നിർദ്ദേശമാണ് ആ കൊല. ആ കാലത്തൊക്കെ കോഴിക്കോടായാലും കണ്ണൂരിലായാലും ആര് കൊല്ലണമെങ്കിലും പിണറായി വിജയന്റെ പെർമിഷൻ വാങ്ങണം. കണ്ണൂരൊക്കെയുള്ള മുഴുവൻ കൊലപാതകങ്ങളും അങ്ങനെയാണ്. എത്ര ആളുകളെ വെട്ടി നുറുക്കിക്കൊന്നു. എന്റെ ജില്ലയിൽ, ഞാൻ ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരിക്കുമ്പോ എന്റെ ചുറ്റും നിന്ന് ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ പണയം വെച്ച 28 ചെറുപ്പക്കാരെ വെട്ടി നുറുക്കിക്കൊല്ലാൻ നേതൃത്വം കൊടുത്തവനാ ഈ പിശാച്, പിണറായി വിജയൻ എന്ന പിശാച്. സൈക്കോ. 28 മക്കൾ നഷ്ടപ്പെട്ട കുടുംബം, അവരെ കൂട്ടിച്ചേർത്ത് പിടിച്ച് ഇന്നും കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയത്തിൽ ഞാൻ നിൽക്കുന്നു എന്നതാണ് സത്യം. സുഹൈബിന്റെ രക്തസാക്ഷിത്വം ഈ കഴിഞ്ഞ 6-ാം തീയതിയായിരുന്നു. കാസർഗോഡ് രക്തസാക്ഷിത്വം അത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. എല്ലാം നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ജീവൻ അർപ്പണം ചെയ്ത പൊന്നുമക്കൾ. എത്ര എണ്ണത്തെയാണ് കൊന്നൊടുക്കിയത്. കേരളത്തിലെ ക്രമസമാധാനം തകർത്ത് അക്രമ രാഷ്ട്രീയത്തിന്റെ വിളനിലമാക്കിയത് CPM-ഉം BJP-യുമാണ്. CPM-ആണ് തുടങ്ങിയത്. തുടക്കക്കാർ CPM. ആ CPM-ന്റെ ഗുണ്ടായുസത്തിന് ശാശ്വതമായ അറുതി വരുത്താൻ നമുക്കൊന്ന് സംഘടിക്കേണ്ടി വരും. ആ സംഘടിക്കാനുള്ള ആഹ്വാനം വരുമ്പോ മനസ്സറിഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവർ ഞങ്ങളോടൊപ്പം ഉണ്ടാവണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
ഞാനേറെ പ്രസംഗിക്കുന്നില്ല. ഒരുപാട് കാര്യം പ്രസംഗിക്കാനുണ്ട്. പക്ഷെ ഒരുപാട് നേതാക്കന്മാരിവിടെ പ്രസംഗിക്കാനുണ്ട്. ഞാൻ ഏറെ സമയമെടുത്താൽ അവർക്ക് സംസാരിക്കാൻ അവസരം ലഭിക്കാതെ പോകും. ഞങ്ങൾ ജാഥയുമായി പുറപ്പെട്ടത് വലിയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. നിങ്ങൾക്കറിയാം, പാർലമെന്റ് ഇലക്ഷൻ വരാൻ പോകുന്നു, അസംബ്ലി ഇലക്ഷൻ അതിനുശേഷം കടന്നു വരാൻ പോകുന്നു. 2 തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഒരു മണ്ണാണ് നമ്മുടെ മണ്ണ്. നമുക്ക് വോട്ടർമാരുടെ മനസ്സിന്റെ അകത്ത് കോൺഗ്രസിന്റെ സന്ദേശം എത്തിക്കണം. ആ സന്ദേശം എത്തിക്കാനുള്ള പോരാട്ടമാണ് ഈ ജാഥ കൊണ്ട് ഉദ്ദേശിക്കുന്ന പോരാട്ടം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഇവിടെ പിണറായി വിജയനാണ് ഇവിടുത്തെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പിശാചെങ്കിൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൽ നിന്ന്, പരമ്പരാഗതമായ കോൺഗ്രസ് പ്രധാനമന്ത്രിമാരിൽ നിന്ന്, നരസിംഹറാവു അടക്കമുള്ള നേതാക്കന്മാരിലൂടെ ഭരണം നടത്തി ഒന്നുമില്ലാതിരുന്ന ഈ രാജ്യത്തിന് എല്ലാം ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. സ്വാതന്ത്ര്യം കിട്ടുമ്പോ നിങ്ങൾ ഓർക്കണം, അരിയില്ല, തുണിയില്ല, വിദ്യാഭ്യാസമില്ല, ശാസ്ത്രമില്ല, സയൻസ് ഇല്ല, ഒന്നുമില്ലാത്ത ഒരു മണ്ണായിരുന്നു ഈ മണ്ണ്. ഇത്രയും വർഷം കോൺഗ്രസ് ഭരിച്ചപ്പോ നാട് മാറിയില്ലേ? പഞ്ചവത്സര പദ്ധതി വന്നു. ശാസ്ത്രത്വം അതിലൂടെ അരിയും മറ്റുള്ള ധാന്യങ്ങളുമൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അരിയില്ലാത്ത നാട്ടിൽ അരി വന്നു. അരി ഇന്ന് കയറ്റി അയക്കുന്ന ലോകത്തിലെ 13 രാഷ്ട്രത്തിൽ ഒന്നാണ് ഇന്ത്യ. വളർത്തിയത് ഞങ്ങൾ കോൺഗ്രസുകാർ. ശാസ്ത്രമുണ്ടായിട്ടില്ല. ഇന്ന് ലോകത്തിലെ ശാസ്ത്ര ലോകത്തിലെ എണ്ണപ്പെട്ട രാജ്യമായി ഇന്ത്യ മാറി. വളർത്തിയത് കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയിലൂടെ കോൺഗ്രസ് വളർത്തി. തീർന്നില്ല. വിദ്യാഭ്യാസമില്ലാത്ത നാട് ഇന്ന് ലോകത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന നാട്. അതുപോലെ തന്നെ മറ്റ് ഇന്ത്യയിൽ ഒന്നുമില്ലാതിരുന്ന എല്ലാം ഇന്ത്യയിൽ ഉണ്ടാക്കി ലോകത്തിന്റെ മുമ്പിൽ ശക്തമായ ഒരു രാഷ്ട്രമാക്കി മാറ്റിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇത് നിലനിർത്താൻ ഈ രാജ്യത്തിന് കോൺഗ്രസ് കൊടുത്ത അമൂല്യമായ സംഭാവന. അതാണ് മതേതരത്വം, അതാണ് ജനാധിപത്യം, അതാണ് ഇന്ത്യൻ ഭരണഘടന. ഈ 3 ഘടകമാ ഈ രാജ്യം ഇതുപോലെ നിലനിൽക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയ ഭാരതം ചിതറിപ്പോയ നാടാ. ആ ചിതറിപ്പോയ നാടിനെ ഒന്നാക്കി നിർത്തിയത് മതേതരത്വം എന്ന മന്ത്രമാണ്. പട്ടിണി മാറ്റാനുള്ള ആഹ്വാനമാണ്. ലോകം കരുതി ഇന്ത്യ രാജ്യം നിലനിൽക്കില്ല. എന്തുകൊണ്ട്? ഇവിടെ മതങ്ങൾ വ്യത്യസ്തമാണ്, ജാതികൾ വ്യത്യസ്തമാണ്, ഭാഷകൾ വ്യത്യസ്തമാണ്, സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ്, ആചാരങ്ങൾ വ്യത്യസ്തമാണ്, അനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമാണ്. ലോകത്തിലെ മുഴുവൻ ഭരണകർത്താക്കളും രാഷ്ട്രമീമാംസകന്മാരും മാധ്യമങ്ങളും ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു, ഇന്ത്യക്കേറെ കാലം നിലനിൽപ്പില്ല. വർഗീയ കലാപത്തിന്റെ മുമ്പിൽ ഇന്ത്യ തകരും, സാംസ്കാരിക കലാപത്തിന്റെ മുമ്പിൽ ഇന്ത്യ തകരും, ഭാഷാ സംഘർഷത്തിന്റെ മുമ്പിൽ ഇന്ത്യ തകരും. അതുകൊണ്ട് ഈ രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ടുപോകാൻ ഭരണരംഗത്ത് പരിണതപ്രജ്ഞനല്ലാത്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് സാധിക്കില്ല. മതപരമായ വർഗീയ കലാപം കൊണ്ട് തകരാം, ഭാഷാ കലാപം കൊണ്ട് തകരാം,
സാംസ്കാരിക സംഘർഷം കൊണ്ട് തകരാം. അതുകൊണ്ട് ഇന്ത്യ നിലനിൽക്കില്ല എന്ന് പറഞ്ഞവരാണ് ലോകരാഷ്ട്രങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, നാം ഇന്ന് എവിടെയാ? ആരാണ് ഈ വൈരുദ്ധ്യങ്ങളെ കോർത്തിണക്കിയ കണ്ണി? ആരാണ് ഈ മതങ്ങളെ കോർത്തിണക്കിയ കണ്ണി? ഈ ഭാഷകളെ, ഈ സംസ്കാരങ്ങളെ, ഈ ആചാരങ്ങളെ കോർത്തിണക്കിയ കണ്ണി ആര്? നരേന്ദ്രമോദിയാ? CPM? ആര്? കോൺഗ്രസ് എന്ന് പറയുന്ന വികാരമാണ്. ഹിന്ദുവിലുള്ള കോൺഗ്രസ് എന്ന വികാരം, മുസൽമാനിലുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം, ക്രിസ്ത്യാനിയിലെ കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം, ജൈനനിലെ കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം, ജൂതനിലെ കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം, സിഖുകാരന്റെ മനസ്സിലുള്ള വികാരം, ഈ വികാരങ്ങളെയൊക്കെ കോൺഗ്രസ് എന്ന വികാരം കോർത്തിണക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് ഇവിടെ വർഗീയത ഉയർന്നു വരാതെ മതേതരത്വത്തിന്റെ ഈറ്റിലമായി ഇന്ത്യ രാജ്യത്തെ അഭിമാനത്തോടെ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ നമുക്ക് സാധിച്ചത് എന്ന് നിങ്ങൾ ഓർക്കണം. കോൺഗ്രസ് ഇല്ലേ, ഇന്ത്യ ഇല്ല. അതുകൊണ്ട് ആ നാട് 10 വർഷമായി ഒരു മതഭ്രാന്തന്റെ കയ്യിലാണ്, വർഗീയവാദികളുടെ കയ്യിലാണ്. മതേതരത്വം അദ്ദേഹത്തിന്റെ ശത്രുവാണ്. വർഗീയവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന, വർഗീയവാദികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ കയ്യിൽ ഈ മതേതര രാജ്യത്തെ നിലനിർത്താമോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. മണിപ്പൂർ കേട്ടില്ലേ നിങ്ങൾ? മണിപ്പൂരിലുണ്ടായ സംഭവം കേട്ടില്ലേ നിങ്ങൾ? അവിടെ ജാതീയമായ സംഘർഷം, മതപരമായ സംഘർഷം. ആ സംഘർഷത്തിൽ അവിടെ ക്രിസ്ത്യൻ സമുദായത്തിലെ ആയിരക്കണക്കിന് ആളുകളെ വെട്ടി നുറുക്കിക്കൊന്നു. ആയിരക്കണക്കിന് ആളുകളുടെ വീടുകൾ തകർത്ത് തരിപ്പണമാക്കി തീക്കൊളുത്തു. വെടിവെച്ചു, വെട്ടിയും ഒരു സമൂഹത്തെ ഇല്ലാതാക്കാൻ നടത്തിയ കലാപം മണിപ്പൂരിൽ ഉണ്ടായിട്ടും ഈ പ്രധാനമന്ത്രി എന്ന് പറയുന്ന മാന്യൻ ഒന്നുകിൽ ഒരു വാക്കിൽ അതിനെ അപലപിക്കുക, അല്ല ആ നാട്ടിൽ പോയി ആളുകളെ ഒന്ന് ആശ്വസിപ്പിക്കുക ചെയ്തോ? ചെയ്യാനുള്ള നട്ടെല്ലില്ല. അവിടെ ഒരേ ഒരാളെ പോയുള്ളൂ. ആരെന്നറിയാമോ? കോൺഗ്രസിന്റെ നേതാവ് ശ്രീ രാഹുൽജി മാത്രമാണ്. അവിടെ പോയ ഒരു രാഷ്ട്രീയ നേതാവ്, ദേശീയ നേതാവ്, അദ്ദേഹം അവരെ ആലിംഗനം ചെയ്തു, പിടിച്ചുമ്മ വെച്ചു, അവരെ ആശ്വസിപ്പിച്ചു, നല്ല സന്ദേശം കൊടുത്ത് അദ്ദേഹം പോയി എന്ന് നിങ്ങൾ ഓർക്കണം. രാഹുൽ ഗാന്ധിയുടെ സന്ദേശം എന്താ? സ്നേഹമാണ്. വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കടന്നു തുറക്കണമെന്നാണ് രാഹുൽ ഗാന്ധി എല്ലാരെയും പഠിപ്പിക്കുന്നത്. 4000 കിലോമീറ്റർ നമ്മളെ തിരുവനന്തപുരം കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നടന്നു. 4000 കിലോമീറ്റർ. ആ നടക്കുമ്പോ ഒരുപാട് ആളുകളുമായി അഭിമുഖം നടത്തിയിട്ടുണ്ട്. ആ അഭിമുഖം നടക്കുന്ന ഒരു സ്ഥലത്തും അദ്ദേഹം നിങ്ങൾ കോൺഗ്രസ് ആവണമെന്ന് പറഞ്ഞില്ല, നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല, നിങ്ങൾ എന്നെ പ്രധാനമന്ത്രിയാക്കണമെന്ന് പറഞ്ഞില്ല. അവിടെയൊക്കെ പറഞ്ഞത് ഒറ്റൊന്ന, വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കണം. മനുഷ്യ സ്നേഹത്തിന്റെ തൂലികയിൽ മനസ്സുകളെ കൂട്ടിക്കെട്ടണം. രാഹുൽ ഗാന്ധിക്ക് പുറത്ത് ഒരാളെ അത് പറഞ്ഞിട്ടുള്ളൂ. അത് മഹാത്മജി പറഞ്ഞ ആ വാക്കുകൾ നെഞ്ചിലേറ്റിക്കൊണ്ട് ഇന്നത്തെ ഇന്ത്യ രാജ്യത്തെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധി, ആ രാഹുൽ ഗാന്ധിയുടെ സന്ദേശം നെഞ്ചിലേറ്റാനും അത് പ്രാവർത്തികമാക്കാനും ജനമനസ്സിലത് പകർത്താനും ജനങ്ങളുടെ ഇടയിൽ നടപ്പിലാക്കാനും എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ ഓരോരാളുകളും തയ്യാറാവണം എന്ന് മാത്രം ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ കേട്ടതിന് നന്ദി. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.